ഈ ഒരു മെസ്സേജിൽ ഇന്ന് നമ്മൾക്ക് കാണാനുള്ളത് സമാധാനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചാണ്. എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സമാധാനം. സമാധാനം മേടിക്കാൻ പറ്റത്തില്ല എങ്കിലും ഈ സമാധാനം ഇല്ല എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം ദുസ്സഹമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കാണാനുള്ളത് യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ ഒരു മുറിയിൽ കൂടിയിരിക്കുകയാണ്. അവർ യഹൂദന്മാരെ പേടിച്ച്, യഹൂദന്മാർ വരുമോ എന്നുള്ള ഭയത്തിൽ, ആകുലതയിൽ കുറ്റിയൊക്കെ ഇട്ട് വാതിൽ അടച്ച് ആ മുറിയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ യേശു ഉയർത്തെണീച്ചതിന് ശേഷം അവരെ സന്ദർശിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് യേശു പറയുകയാണ്, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെ. ഇതിന് ശേഷം മറ്റൊന്നും പറയുന്നതിന് മുമ്പേ തന്നെ യേശു അവരെ തൻ്റെ ആണിപ്പാടുള്ള കരങ്ങളും തൻ്റെ വിലാപ്പുറത്തെ മുറിവും അവരെ കാണിക്കുന്നു. അപ്പോൾ യേശു പറയുന്നത് സമാധാനം നിങ്ങളോട് കൂടെ, സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ഈ ഒരു വാക്ക് വെറും ഒരു വാക്കല്ല. പിന്നെ യേശു കാണിച്ച ആ ഒരു കാര്യം, തൻ്റെ മുറിവുകൾ അവരെ കാണിക്കുന്നതും നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് യേശു ഞാൻ തന്നെയാണ് യേശു, അല്ലെങ്കിൽ ഞാൻ ഉയർത്തെണ്ണീച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് തൻ്റെ മുറിവുകൾ കാണിച്ചത് എന്നായിരിക്കും. പക്ഷേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ മേൽ വീണിരിക്കുന്നു. ദ ചാസ്റ്റൈസ്മെന്റ് ഫോർ യോർ പീസ് ഫെൽ അപ്പോൺ ഹിം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശു ആ മുറിവുകൾ കാണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പാടെ നിവർത്തിയായിരിക്കുന്നു. നിങ്ങളുടെ സമാധാനം എൻ്റെ വേദനകളിൽ കൂടി ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളത് എത്ര വ്യത്യസ്തമായ രീതിയിലാണ് യേശു ആ ഒരു പ്രവചനത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു യേശുവിൻ്റെ വാക്കുകൾ വെറും സമാധാനം ഉണ്ടാകട്ടെ, ഞാൻ ഉയർത്തെണ്ണീച്ചു എന്നൊന്നും കാണിക്കുന്നതല്ല. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു ചൂണ്ടുവാക്കാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരം കൊണ്ട് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സ്ക്രിപ്ചറിൽ കൂടി മനസ്സിലാക്കുക. ലോകം തരുന്ന സമാധാനം പോലെ ഒന്നുമല്ല യേശു നേടിത്തന്ന സമാധാനം. നമ്മളുമൊക്കെ ഇതുപോലെ തന്നെയാണ് പലപ്പോഴും അടച്ചിട്ട മുറികളിൽ, പലതരത്തിലുള്ള അടച്ചിട്ട മുറികളിലായിരിക്കും നമ്മളൊക്കെ. ദുഃഖത്തിലോ സങ്കടത്തിലോ നാളെക്കുറിച്ചുള്ള ആദിയിലോ മക്കളെക്കുറിച്ചുള്ള സങ്കടത്തിലോ ഒക്കെ ഇരിക്കുമ്പോൾ അവിടെയുമൊക്കെ നമ്മുടെ നടുവിൽ അതേ യേശു ഇതേ സമാധാനവുമായിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചിട്ട് പറയും, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായ ഈ ഒരു കഷ്ടപ്പാടൊക്കെ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു വാക്കുകൾ നിങ്ങളോട് ഓരോരുത്തരോടുമാണ്. വ്യസനിക്കരുത്, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെ. എത്ര ആശ്വാസം പകരുന്ന ഒരു സ്ക്രിപ്ചറാണിത്. ഇത് ഓരോരുത്തരോടും കൂടെയാണ്, ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞതല്ല. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്നോടും നിങ്ങളോടും കൂടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രവചനമാണ് യേശുവോടെ നിവർത്തിച്ചതായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, യേശുവിനെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുക, സ്നേഹിക്കുക. ആ സ്വരം കേൾക്കുന്നതിന് മുമ്പേ തന്നെ അവന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എത്ര കഷ്ടപ്പാടിൻ്റെ സമയത്താണെങ്കിലും പലർക്കും എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. എത്ര സങ്കടം വരുമ്പോഴും എത്ര ടെൻഷൻ വരുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ എത്രമാത്രം സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നത്. ഇതാണ് ദൈവം തരുന്ന സമാധാനം. സാഹചര്യങ്ങൾ മാറിയാലോ ഇല്ലെങ്കിലോ ഒക്കെ ആ ഒരു സാഹചര്യം എത്രമാത്രം പ്രതികൂലമാണെങ്കിലും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വരുന്നത് തന്നെയായിരിക്കും. ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിലും ദൈവവചനം ധ്യാനിക്കാനും
വായിക്കുവാനും അത് കേൾക്കുവാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. കാരണം ദൈവം നമ്മൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അവൻ്റെ മുറിവുകൾ നമ്മുടെ സമാധാനത്തിന് വേണ്ടി മാത്രമായിട്ട് ഉള്ളതായിരുന്നു. അവൻ്റെ വിലാപ്പുറത്ത് കുത്ത് ഏറ്റത് നമ്മളുടെയൊക്കെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടുതൽ വിശ്വസിച്ച് അവൻ്റെ സമാധാനം, അവൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഏത് വേദനയുടെ അവസ്ഥയിലാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളോട് യേശു പറയുകയാണ്, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോട് കൂടെ. ഈ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ ദൈവം തരട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.